എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. നമസ്കാരം. ഋഷഭയെ പറ്റി വാട്ട് ടു സേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫിലിം ഫോർ മീ ബിക്കോസ് ദിറ്റ്സ് എ വെരി സ്ട്രേഞ്ച് കോമ്പിനേഷൻ. ദറ്റ് കോമ്പിനേഷൻ ഇറ്റ് സെൽഫ് ഇസ് എ വെരി സ്ട്രേഞ്ച് തിങ്. എ കന്നഡ ഡയറക്ടർ directing a Malayalam and Telugu film with a North Indian producers and a Malayalam actors. That itself is a very strange coincidence. Nandakishore ingane oru story ennodu parnappo the story contains the kind of emotion, love. Adoru normal story ekkalum valla different aayit I felt some kind of difference in the story. Then we started the film. Of course we had a lot of problems in between to make this film happen. It is film. It's a making. And thanks to all the actors because they all stood with the film to make it possible. ഞങ്ങൾ ഒരുപാട് സമയമെടുത്തു ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ. ബിക്കോസ് ഈ സിനിമയുടെ ഒരുപാട് CG വർക്ക് ഉണ്ട്. ഇതൊരു സാധാരണ സിനിമയെക്കാളും ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഇമോഷൻസ്. ഒരുപാട് വർഷങ്ങളുടെ പുറകിലെ ഒരു കഥ പറയുന്ന സിനിമ കൂടാണ്. രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇറ്റ് ഹാപ്പൻസ് ഇൻ 2 eras. So we had a lot of problems when, of course, this is more of an action, emotion. ഇതിൽ എഴുതി തന്നെ ഉണ്ട്. This is reborn love. ഒരു സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഒരു കടൽ അതിലുണ്ട്. എല്ലാ സിനിമയുടെയും ഒരു അണ്ടർലൈയിങ് കറണ്ട് ഇസ് ലവ്. എ ലവ് സോ സ്ട്രോങ് ഇറ്റ് ഡിഫൈൻസ് ഡെത്ത്. അപ്പം ഒരു സ്നേഹവും ജനനം, നമ്മളൊരു കുട്ടി ജനിക്കുന്നതിൽ നിന്നാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ട്രെയിലർ. ഓഫ് കോഴ്സ് ഡെത്ത് എന്ന് പറയുന്നതും ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബർത്ത്, ലവ് ആൻഡ് ഡെത്ത്. ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഇമോഷൻസ് ആൻഡ് ഒരുപാട് മലയാളത്തിന് പരിചയമില്ലാത്ത ആക്ടേഴ്സാണ്. ദറ്റ് ഈസ് വൈ അവരെല്ലാം ഇന്ന് ഇവിടെ വന്നത്. ഇറ്റ്സ് എ വെരി സ്മോൾ ഫിലിം ഇൻ ദ വേ ഇറ്റ്സ് എ ബിഗ് ഫിലിം. സ്മോൾ ഫിലിം എന്ന് പറയുന്ന ലോട്ട് ഓഫ് അധികം ലോട്ട് ഓഫ് അധികം ആക്ടേഴ്സ് ഇല്ല ഫ്രം മലയാളം. ബട്ട് ഈച്ച് ആക്ടർ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ വാല്യൂ, ഇറ്റ്സ് ഓൺ ചാം ആൻഡ് ദേ ഹാവ് ഡൺ ഇറ്റ് ബ്രില്യൻ്റ്ലി. എല്ലാവരും നന്നായിട്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട്. ഋഷഭയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഒരു വളരെ ഡിഫറെൻറ്റ് ഫിലിമാണ്. ഇനി കാഴ്ചക്കാർക്കും ആ ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിച്ചു. ആൻഡ് താങ്ക്സ് ടു നന്ദകിഷോർ, ഹി ഹാസ് ഡൺ ഇറ്റ് ബ്രില്യൻ്റ്ലി. ആൻഡ് താങ്ക്സ് ടു ബാലാജി ടെലിഫിലിംസ്, കണക്ട് മീഡിയ ആൻഡ് EVS. This is I cannot call it as a gate crash. This is a serious thing because a lot of people can come and do films here. This is through this film, like she said, the entity wise we have a very small entity, Kerala, Malayalam, but it slowly started developing. Now Malayalam film means pan-Indian. It cannot call it as a pan-Indian film. It is known to all the district or states in India. So Malayalam has got its own value. Apart from that, now we have become a family. So this is a family business. So even a Telugu director can come and direct a Malayalam film. A Malayalam director can go and do a Kannada film. It's a beautiful congress happening. So let it be a wonderful film and let it show the result. And എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരു വലിയ കോമ്പിനേഷൻ, പുതിയ കോമ്പിനേഷൻസുകൾ ഉണ്ടാകട്ടെ. ബിക്കോസ് ആർട്ട് എന്ന് പറയുന്നതിന് അങ്ങനെ അതിനൊരു അതിനൊരു സീക്രസിയോ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകതയോ അല്ലെങ്കിൽ രഹസ്യമോ ഒന്നുമില്ല. ഇറ്റ് ഈസ് വെരി ഓപ്പൺ. സോ ഇറ്റ് ഈസ് എൻ ഓപ്പൺ തിങ്. അപ്പം അതിലേക്ക് ആൾക്കാർ വരാനും പുതിയ സിനിമകളിലും പുതിയ സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യാനും സിനിമയ്ക്ക് ഒരു പുതിയ വാല്യൂ ഉണ്ടാകാനും ഒരു മുഖം ഉണ്ടാകാനും ഇത്തരം സിനിമകൾ സഹായിക്കും. വൃഷഭ എന്ന് പറയുന്ന സിനിമ അതിനൊരു ഉദാഹരണമാണ്. കാര്യം ഒരിക്കൽ കൂടെ പറയാം, ഒരു കന്നഡ ഡയറക്ടർ, യെസ് ഡൺ സോ മെനി ഫിലിംസ് ഇൻ കന്നഡ. വലിയ ആക്ഷൻ ഫിലിം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ആ ആക്ഷൻ്റെ ഉള്ളിൽ Nanda hides the emotions. That is the brilliance of that director. Even though I have seen his films, it has got unbelievable actions. It has bring a lot of people. Even WWF ആൾക്കാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്തിട്ടുണ്ട്. But apart from the action, he hides the secret of love, emotions in that film. ഈ ഋഷഭ എന്നുള്ള സിനിമയിലും അതുണ്ട്. അത് ചോർന്നു പോകാതെ അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ സാധിച്ചു എന്നതും വലിയൊരു കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം ഋഷഭ നല്ല സിനിമയായി മാറട്ടെ, ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു സിനിമയായി മാറട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് ഋഷഭമാർ ഇനി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു വെരി മച്ച്.